വാളകത്തം RVHS മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായത്. വാളകത്തേക്കാൾ വലിയ നഗരമായ കൊട്ടാരക്കരയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായത്. ഞാൻ കൊട്ടാരക്കരയിലാണ് പഠിച്ചത്. കൊട്ടാരക്കര മാർത്തോമ സ്കൂളാണ് അന്നത്തെ ഏറ്റവും വലിയ സ്കൂൾ. ഗേൾസ് ഹൈ സ്കൂളുണ്ട്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത്. ബോയ്സ് ഹൈ സ്കൂളുണ്ട്. ടൗൺ UPSലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒന്നും ഇംഗ്ലീഷ് മീഡിയം ഇല്ല. ഇംഗ്ലീഷ് മീഡിയം എന്നൊരു കാര്യം പറയും. എന്തൊരു പാൻറ് ഇട്ടാൽ കളിയാക്കുമായിരുന്നു. ഏതാ എൻ്റെ ഏറ്റവും വലിയ ഭയം. 7ാം ക്ലാസ് വരെ കൊട്ടാരക്കരയിലാണ് പഠിച്ചത്. നിക്കറാണ് വേഷം. നിക്കറിൽ നിന്ന് വേണമെങ്കിൽ മുണ്ടിലോട്ട് മാറാം, പക്ഷെ പാൻറ് ഇട്ടാൽ കളിയാക്കും, ചെരുപ്പിട്ടാലും കളിയാക്കും, ഷൂസ് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴാണ് ആദ്യമായിട്ട് പാൻറ് ഇടുന്നതും ഷൂസ് ഇടുന്നതും ഒക്കെ തിരുവനന്തപുരത്ത് പോകുമ്പോഴാണ്. കാരണം ഇവിടെ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾക്കറിയാം, പാൻറ് ഇടുകയോ ഷൂസ് ഇടുകയോ ചെയ്താൽ കൂടെയുള്ള സഹപാഠികൾ കളിയാക്കും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് മാറി. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നുമൊക്കെ അവരെന്ത് പഠിക്കണം, അടുത്ത എൻ്റെ +2 കഴിഞ്ഞാൽ ഞാൻ എന്തിലേക്കാണ് തിരിയേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനും കഴിയുന്ന അവർക്ക് തന്നെ കഴിയും. ശരി, അവർക്ക് തന്നെ കഴിയുമെന്ന് മാത്രമല്ല, അവരവിടെ എത്തുമ്പോൾ, ഇപ്പം ഫ്രാൻസിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. ആ ഫ്രാൻസിലെത്തുമ്പോൾ അവിടെ അവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ താമസം എങ്ങനെ ശരിയാക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ. മറ്റേ രക്ഷിതാക്കൾ എന്നെ ഹൈസ്കൂളിൽ കൊണ്ട് ചേർത്തത് അച്ഛനായിരുന്നു കേട്ടോ. കൊട്ടാരക്കരയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഹൈസ്കൂളിൽ ചേർക്കാൻ അച്ഛൻ വരണം. അവിടെ ഒന്നും അച്ഛൻ വരണ്ട, അവിടെ നമ്മൾ അങ്ങ് ചെന്നാൽ മതി. ഞാനൊരിക്കൽ ലണ്ടനിൽ പോയി. നിയമസഭയുടെ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 3-5 MLA-മാർ ലണ്ടനിലെത്തി. ലണ്ടൻ എയർപോർട്ടിൽ 1.5-2 മണിക്കൂർ ക്യൂ നിന്ന്. എന്താണെന്നറിയാം, പല രാജ്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളിങ്ങനെ പ്ലെയിനിൽ വന്ന് ഇറങ്ങുകയാണ്. ഈ കുഞ്ഞുങ്ങളെ വിസ സ്റ്റാമ്പ് ചെയ്ത് പുറത്തു പോകാൻ വേണ്ടി സമയം എടുക്കണം. എല്ലാ ക്യൂവും നിറഞ്ഞാണ്. ഒരു 5-6 ഫ്ലൈറ്റ് വന്നിറങ്ങിയാൽ മുഴുവൻ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഒരു ഗുണം കിട്ടി. 1.5 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറച്ച് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, കുട്ടികളെല്ലാം അങ്ങോട്ട്, സ്റ്റുഡൻസ് എല്ലാം അങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് വേറെ കൗണ്ടർ തുറന്നു കൊടുത്തു. 2 കൗണ്ടറൊക്കെ തുറന്നു കൊടുത്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെയും 2 മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നേനെ. കാരണം ക്യൂ വന്നേ ഉള്ളൂ. ആ ക്യൂവിൽ ഈ കുഞ്ഞുങ്ങൾ കയറി നിൽക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്റ്റുഡൻസ് എല്ലാം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വന്നിരിക്കുകയാണെല്ലാം അങ്ങോട്ട് പോയി. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ ഇന്ന് ജീവിക്കുന്നത് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ ഫീസ് കൊണ്ടാണ്, പഠിക്കാൻ കൊടുക്കുന്ന ഫീസ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ വരുമാനം ഇന്ന് ലണ്ടൻ എന്ന് പറയുന്ന നഗരത്തിൻ്റെ, ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം അവർ തുടങ്ങി വെച്ച പഴയ യൂണിവേഴ്സിറ്റികൾ, വലിയ വലിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ ലോകപ്രശസ്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തുടങ്ങിയ ചില സൈഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെയും പോകുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറിപ്പോയി. ഞാൻ പണ്ട് ലണ്ടനിൽ, അമേരിക്കയിൽ പോയി പഠിക്കാൻ അവസരം കിട്ടിയെങ്കിൽ അച്ഛൻ കൊണ്ടുവിടേണ്ടി വന്നേനെ. അച്ഛനും അമ്മയുടെ കൊണ്ടുവന്ന് മുറി കണ്ടുപിടിച്ച് താമസിക്കാൻ ഏർപ്പാട് ചെയ്ത്, അല്ലെങ്കിൽ പരിചയക്കാരൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് ലോക്കൽ ഗാർഡിയനാക്കിയിട്ട് തരണമായിരുന്നു. ഇപ്പോൾ ലോക്കൽ ഗാർഡിയനും ഇല്ല, ഒന്നുമില്ല. കുട്ടിയുടെ നേരെ ഞാൻ മറ്റന്നാൾ ഫ്രാൻസിൽ പോകണം പഠിക്കാനായിട്ട്. താമസം അതൊക്കെ റെഡിയാക്കി. അവിടെ അവർ ചൈനക്കാരനാണ് എൻ്റെ കൂടെ താമസിക്കുന്നത്. കൂടെ മുറിയിൽ താമസിക്കുന്നത് 2 പേര് ഷെയറിങ് ആയിരിക്കും. ഒരാൾ ചൈനയിൽ നിന്നായിരിക്കും, ഒരാൾ വേറെ ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവർ ഷെയർ ചെയ്ത് താമസിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ അവരുടെ മൊബൈൽ ഫോണിൽ, അവരുടെ ലാപ്ടോപ്പിൽ വന്നിട്ട് ഇതെല്ലാം കണ്ടെത്തി അവിടുത്തെ വാടക കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് എഗ്രിമെൻ്റൊക്കെ എഴുതി ഇവിടുന്ന് പോകുമ്പോഴേ നേരെ എയർപോർട്ടിൽ ഇറങ്ങിയ ടാക്സി പിടിക്കുക, താമസ സ്ഥലത്തേക്ക് പോവുക, കോളേജ് ചെല്ലുക, കോളേജ് ചേരുക, താമസ സ്ഥലത്തെത്തുക, കോളേജ് ചെല്ലുക, ചേരുക, കോഴ്സ് ആരംഭിക്കുക. അവിടെയൊന്നും ഇതുപോലെ 5 ദിവസം ക്ലാസ് ഇല്ല കേട്ടോ. ക്ലാസ് ഉള്ള ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രമുഖ പ്രൊഫസർ വരുന്നു, സെപ്റ്റംബർ മാസം 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ ക്ലാസ് 1.5 മണിക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചെന്നാൽ മതി, എപ്പോഴൊന്നും ചെല്ലണ്ട. നമുക്കറിയാം, നമ്മളെ പല ആളുകളും പാർലമെൻറ്റിൽ പോകുന്നു. പാർലമെൻറ്റിൽ നമ്മുടെ പരിമിതി, മലയാളത്തിൽ പ്രസംഗിക്കാൻ മണിക്കൂറുകളൊന്ന് പ്രസംഗിക്കാൻ കഴിവുള്ള നേതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ഒന്നുകിൽ ഇംഗ്ലീഷ് പറയണം, അല്ലെങ്കിൽ ഹിന്ദി പറയണം. ഇംഗ്ലീഷ് പറഞ്ഞ് കുളമാക്കിയിട്ട് പലരെയും ഭാവി തന്നെ തുറഞ്ഞു പോയിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമ്മളെ ഇന്നസെൻ്റ് ചേട്ടൻ പാർലമെൻറ്റിൽ പോയാൽ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞ് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും. അതെല്ലാവരും 5 ഭാഷകളിൽ, 5, 6, 7 ഭാഷകളിൽ പാർലമെൻറ്റിൽ തർജ്ജിമ ചെയ്ത് ഹെഡ്ഫോണിൽ കിട്ടും. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ തന്നെ പ്രസംഗിച്ചു. ലോനപ്പൻ നമ്മടൻ മലയാളത്തിൽ തന്നെ പ്രസംഗിച്ചു. ഇംഗ്ലീഷ് പറയാൻ പോയി ചില അബദ്ധത്തിൽ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. ഞാൻ എൻ്റെ ഒരു പരിമിതി, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചാണ്. ഞാൻ ആദ്യം സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന കാലത്ത് മലയാളം മീഡിയം മാത്രമല്ല, ഇംഗ്ലീഷ് പറയാൻ ധൈര്യമില്ല. ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഗ്രാമറൊക്കെ അറിയാം. പക്ഷെ പറഞ്ഞാൽ തെറ്റിപ്പോകും എന്നുള്ളതുകൊണ്ട് പേടിച്ച് പറയത്തില്ല. തെറ്റ് പറഞ്ഞാൽ കളിയാക്കുമല്ലോ എന്ന പഴയ ഷൂസ്, പാൻറ്, ആ സംഭവം ഉണ്ടല്ലോ, അത് കിടക്കണം മനസ്സിൽ. ഭയന്ന് ജീവിച്ചവനാണ്. പാൻറ്റിലേക്ക് കയറേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുവാണ്. അച്ഛൻ പറഞ്ഞ് ഇനി അടുത്ത കൊല്ലം തോന്നി തിരുവനന്തപുരത്താണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പാൻറ്റിൻ്റെ പ്രശ്നം പരിഹരിച്ചു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷ, ഇംഗ്ലീഷ് അറിയാവുന്ന പലരും നമ്മുടെ നാട്ടിൽ MA ഒക്കെ പഠിച്ച ആൾക്കാരുണ്ട്, MA MSc. പക്ഷേ ഇംഗ്ലീഷ് പറയാനറിയാം, നന്നായിട്ട് എഴുതാനറിയാം, പക്ഷെ പറയാൻ പേടിയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല, അവരെ അടിച്ചങ്ങ് വിടും.
അവർക്കറിയാം എങ്ങനെ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും പറയാനുള്ള ഒരു പൊതുഭാഷ അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ തുറന്നിട്ടൊരു വലിയ വാതിലിനെ കുറിച്ച് പറഞ്ഞു. ആ വാതിലിലൂടെയുള്ള യാത്രയ്ക്ക് ഒരുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം ഏറ്റവും നല്ല വിദ്യാഭ്യാസം, സർക്കാർ സ്കൂളാകട്ടെ, പ്രൈവറ്റ് സ്കൂളാവട്ടെ, ഏത് സ്കൂളാവട്ടെ, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നേടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഓരോ രക്ഷകർത്താവിൻ്റെയും.